സർ, ശശി തരൂരിന്റെ ഒരു ലേഖനം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവെച്ചു എന്നുള്ള ഒരു വാർത്തയാണ്. നമുക്കറിയാം, ഈ ഒരു സർവകക്ഷി സംഘവുമായിട്ട് വിദേശ പര്യടനത്തിന് പോയതിന് ശേഷം ഒരു മോദിയെ പുകഴ്ത്തിയാണ് പലപ്പോഴും തരൂർ സംസാരിക്കുന്നത്. ഇപ്പോൾ തരൂരിനെ ഒന്ന് പുകഴ്ത്തുക എന്നല്ല, തരൂരിനെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ഒരു ലേഖനം പങ്കുവെക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് ഇതിന്റെ അവസാനം? അത് എക്സിൽ ഇട്ടിരിക്കുന്നതാണ് അല്ലേ? അത് PMOയിൽ നിന്ന്, അതായത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ലേഖനങ്ങളോ ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനമാണ്, അടിക്കുറിപ്പുകളോടുകൂടിയ ചിത്രങ്ങളും ഒക്കെ വളരെ റിലവൻ്റ് ആയിട്ടുള്ളത് ഇത്തരത്തിൽ എക്സിൽ ഇടാറുണ്ട്. ഇപ്പം നമ്മുടെ അടുക്കൽ ഇത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ശശി തരൂരും പ്രധാനമന്ത്രിയുമായിട്ട് നല്ല ഒരു അടുപ്പത്തിൽ നിൽക്കുകയാണ്, സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. അത് കോൺഗ്രസിനെ ചൊടിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പല ഭാഗത്തു നിന്നും ചർച്ചകളുമൊക്കെ ഉയരുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നയതന്ത്ര കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ശശി തരൂർ ലേഖനം എഴുതിയിരിക്കുന്നത്. അതെ, ഇതിനകത്ത് ഭീകരവാദത്തിനെതിരായ ഭാരതത്തിന്റെ നിലപാട് അറിയിക്കാൻ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച സർവകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ ഒരു സംഘത്തെ നയിച്ചത് നമുക്കറിയാം ശശി തരൂരാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, വിവിധ രാഷ്ട്രത്തലവന്മാരുമായി നരേന്ദ്രമോദിക്കുള്ള ബന്ധം, പ്രധാനമന്ത്രിയുടെ ഊർജ്ജസ്വലവും ചലനാത്മകവുമായ നടപടികൾ രാജ്യത്തിന് എത്രത്തോളം മുതൽക്കൂട്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളും ഈ ലേഖനത്തിൽ ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനം എക്സിൽ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചിരിക്കുന്നത്. അതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. ഊർജ്ജസ്വലവും ചടുലവുമായ നീക്കങ്ങൾ പ്രധാനമന്ത്രിയുടെ, അതറിയാമല്ലോ. നരേന്ദ്രമോദി ശരിക്കും പറഞ്ഞ ഒരു എന്താ നല്ലൊരു വൈബാ അല്ലേ, ഒരു ആവേശം പകർന്നു തരുന്നുണ്ട്. അല്ല, നരേന്ദ്രമോദിയുടെ വൈബ് ശരിയാണ്, അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ്. പക്ഷേ ശശി തരൂര് തൻ്റെ നിലനിൽപ്പല്ലേ, താൻ എവിടെയാണോ നിൽക്കുന്നത് അതറിയാണ്ട്, അത് മറന്നുപോയിക്കൊണ്ട് ഇങ്ങനെ മോദി സ്തുതി പാടുന്നതിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? അല്ല, ഇത് വെറും ഒരു സ്തുതി വാക്കുകൾ മാത്രം. ഒരു തവണയല്ലല്ലോ, നേരത്തെ ഏറ്റവും കൂടുതൽ മോദിയെ വിമർശിച്ചിരുന്ന വ്യക്തിയാണ്. ആയിക്കൊള്ളട്ടെ, നല്ലത് കാര്യങ്ങൾ നല്ലതായിട്ടും പറയണ്ടേ. ഇപ്പൊ പാർലമെന്റ് തുടങ്ങട്ടെ, പാർലമെന്റിൽ ഏതെങ്കിലും ഒരു ബില്ലിനെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും ശശി തരൂര് സംസാരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ വിഷയത്തില്, അതായത് ഈ ഭീകരാക്രമണം തടയുന്നതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില നിലപാടുകളും വിദേശത്തേക്ക് പ്രതിനിധി സംഘങ്ങളെ അയച്ചതുമൊക്കെ മോദിയുടെ ഒരു വലിയ അംഗീകാരമാണ്. അതാണ് എടുത്തു കാട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെയാണ് ഹിന്ദു പത്രത്തിൽ ലേഖനം എഴുതിയത്. അതാണ് അവരതെടുത്ത് എക്സിൽ കുറിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കോൺഗ്രസിനെ ചൊടിപ്പിക്കും. കാരണം കോൺഗ്രസ് കേന്ദ്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഈ പറഞ്ഞ തരൂരിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ തരൂരിനെ പോലെ തന്നെ അറിവും പക്വതയൊക്കെ ഉള്ള പല രാഷ്ട്രീയ നന്നായിട്ട് നിരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് രാഷ്ട്രീയ കളികൾ അറിയാവുന്ന കുറേ നേതാക്കന്മാർ BJPയിലേക്ക് പോകുന്നുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവരെല്ലാം പോകുന്നത് അധികാരമോഹം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി. കാരണം BJPയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്, അവിടെ ആരെ ചെന്നാലും വർഷങ്ങളായിട്ട് BJP പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടമൊന്നും ഇല്ലെങ്കിലും ഈ പുറത്തുനിന്ന് വരുന്നവർ അവരൊന്ന് നോക്കും, ഇവരെയും കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്. അവരപ്പോഴേ മോദി ആയാലും ആരാണെങ്കിലും എന്ത് ചെയ്യും, അപ്പോഴേ എടുത്ത് വേണ്ടുന്ന സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തും. അത് ഈ പറയുന്ന പോകുന്ന നേതാക്കന്മാർക്ക് ഓഫറുകൾ കൊടുത്തായിരിക്കുമല്ലോ കൊണ്ടുപോകുന്നത്. അപ്പൊ തരൂർ ഇത്തരത്തിലുള്ള സ്തുതിയൊക്കെ പാടുകയാണ്. പക്ഷെ തരൂരിന് ഒരിക്കലും BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷേ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവി ഒക്കെ കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതല്ലേ തരൂർ ഇപ്പൊ കാണിക്കുന്നത്? അധികാരമോഹം എന്ന് തന്നെ പറഞ്ഞൂടെ? അല്ല, തരൂര് ഒരിക്കൽ കോൺഗ്രസിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കഴിവുകൾ ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കും, ഇല്ല ഞാൻ എൻ്റെ വഴിക്ക് പോകും. തരൂരിന് അങ്ങനെ ഉപയോഗിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. തരൂരിന് എന്തെല്ലാം സ്ഥാനമാണ് കൊടുത്തത്? വന്നു കയറിയ ഒരു വ്യക്തിയാണ്, പ്രവർത്തിച്ചിരുന്ന വ്യക്തിയല്ല. വന്നു കയറിയ വ്യക്തിക്ക് വിളിച്ചു വരുത്തിയെന്ന് തന്നെ പറഞ്ഞു. വന്നു കയറിയ വ്യക്തിക്ക് MP സ്ഥാനം മുതൽ മന്ത്രിസ്ഥാനം മുതൽ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട നിരവധി ചുമതലകൾ നൽകിയിട്ടുണ്ട്.
അപ്പൊ ഒരു കോൺഗ്രസ് പാർട്ടിയിൽ വരുന്ന ഈ താഴെ തട്ടിൽ നിന്ന് വരുന്ന ഏതൊരു വ്യക്തിയെക്കാട്ടിലും തരൂരിന് പെട്ടെന്ന് കയറി പോവുകയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ തലപ്പത്തിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ മോദി സ്തുതി പാടുന്നത്. അതൊരു പാർട്ടി നേതാവിന് ചേർന്ന പണിയല്ല എന്ന് ഞാൻ പറയും. അല്ല, തരൂരെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തും പോകേണ്ട ആളാണ്, അത് തരൂരിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് തരൂർ കോൺഗ്രസിനെ ഇത്തരത്തിലിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത്. തരൂർ വിദേശ രാജ്യങ്ങളിൽ മോദിക്കുള്ള അംഗീകാരത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് തരൂരിന് നന്നായിട്ട് അറിയാം. കാരണം തരൂരിൻ്റെ ലോകമെന്ന് പറയുന്നത് ഇവിടം അല്ല. തരൂര് അക്ഷരാർത്ഥത്തിൽ വിശ്വപൗരൻ തന്നെയാണ്. വിദേശങ്ങളിലൊക്കെ അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം, വരവേൽപ്പ്, അദ്ദേഹത്തിൻ്റെ ഭാഷണ രീതി വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ അനർഗളം ഇങ്ങനെ ഒഴുകുകയാണ് വാക്കുകൾ. നിർഗളമായിട്ട് ഒഴുകിയാലോ അത് അദ്ദേഹത്തിന്റെ കഴിവാണ്, അത് അംഗീകരിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു പാർട്ടിയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയെ വിശ്വസിച്ച് അല്ലെങ്കിൽ ആ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ പാർട്ടിയെ കുറച്ചൊക്കെ അനുസരിക്കേണ്ടുന്ന ബാധ്യത. ഇനി ചില കാര്യങ്ങൾ ഞാൻ തരൂരിനോടൊപ്പം തന്നെയാണ്. ഇപ്പൊ രാജ്യത്തിന്റെ ഒരു യുദ്ധമുഖത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് ഒരു രാജ്യത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് ഏത് പാർട്ടി, ഇപ്പം നമ്മൾ CPM-ലോട്ട് വന്നു കഴിഞ്ഞാൽ എം സ്വരാജ് എന്താണ് പറഞ്ഞത്, MA ബേബി എന്താണ് ഈ ഒരു പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അതിങ്ങനെ എല്ലാ പാർട്ടിയിലും മാറിയും തിരിഞ്ഞും പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. ഓക്കെ, ഞാൻ അത് തരൂരിന് പക്ഷത്തേക്കില്ല. പക്ഷേ ഒരു പ്രതിനിധി സംഘത്തിനോടൊപ്പം പോകുന്നതിന് മുമ്പും വന്നതിന് ശേഷം പാർട്ടി ഉണ്ട് അവിടെ. അദ്ദേഹം അതിൽ നിന്നുകൊണ്ടാണ് ഈ കാണിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പാർട്ടി കൊണ്ടുവന്നില്ല ഒരു പക്ഷേ BJP ചേരുമായിരിക്കും, ആ പാർട്ടിയിൽ നിൽക്കുമായിരിക്കും. അത് ഇതേ BJP എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുമോ? കാണിക്കില്ല. പക്ഷേ സ്വന്തം പാർട്ടിയിൽ നിന്നുകൊണ്ട് അത് ചില കാര്യങ്ങൾ അറിയിക്കേണ്ടുന്നവരെ അറിയിക്കണം. നിലമ്പൂർ ഇലക്ഷൻ വന്ന അദ്ദേഹം എന്താണ് ചെയ്തത്? പോളിംഗ് നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ, എന്നെ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ പോയില്ല. എന്തുമാത്രം ആ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രസ്താവനകളാണ് ഇദ്ദേഹം ഇറക്കുന്നത്. ഇദ്ദേഹത്തിന്റെ 6-ാം നമ്പർ സ്ഥാനം ഞാൻ കണ്ടേല്ലേ, അദ്ദേഹത്തിന്റെ പേര് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പിന്നെ എന്തോ പൂത്താലം എടുത്ത് ക്ഷണിക്കണോ? കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാവർക്കും തുല്യ സ്ഥാനം തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോയി ഔദ്യോഗികമായിട്ട് ചെയ്യേണ്ടുന്ന തീരുമാനം അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം അതിന് പോയില്ല. അല്ലെ അദ്ദേഹത്തിന്റെ PA ഉണ്ട്, അദ്ദേഹം വിളിച്ചു പറയണേ ശശി തരൂർ ഇന്ന ദിവസം വരുന്നുണ്ട്, വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യൂ, അവിടെ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇദ്ദേഹത്തിനോട് ഇദ്ദേഹം എപ്പോഴാണ് വരുന്നേ പോകുന്നതെന്ന് പോലും കേരളത്തിലുള്ളവർക്ക് അറിയത്തില്ല. ഇദ്ദേഹം തിരുവനന്തപുരത്ത് എപ്പോഴാണ് വരുന്നതെന്ന് പോലും അറിയത്തില്ല. ആ സ്ഥിതിക്ക് ഇദ്ദേഹത്തിന്റെ പുറകെ ഇതിനായിട്ട് ഒരാൾ നടക്കണം, അതിന്റെ ആവശ്യമൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാവരും തുല്യർ തന്നെയാണ്. അവർക്ക് ഓരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനത്തിനനുസരിച്ചുള്ള പാർട്ടി പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടുന്ന കടമ ആ നേതാവിനാണുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലും തരൂരിനെ ഇങ്ങനെ പൊക്കേണ്ട കാര്യമില്ല. ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അതേ രീതിയിൽ നിൽക്കുക. ഇനി അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോകട്ടെ, പുറത്ത് ചാടിയിട്ട് അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനോ ഉപരാഷ്ട്രപതി സ്ഥാനോ മറ്റെന്തെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക സ്ഥാനം സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ നിലപാടിനോട് ചിലപ്പോൾ ചേരാം. കേരളത്തിൽ ഇനിയും തരൂരിനെ കോൺഗ്രസ്സുകാർ വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. കാരണം തരൂര് നിലമ്പൂരിൽ ചെന്നില്ലെങ്കിലും ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇനി അതങ്ങോട്ട് വലിയൊരു തേരോട്ടം തന്നെ ആയിരിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തരൂർ ഇനി ഒരിടത്തും വരണമെന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ മുമ്പോട്ട് പോകും. തരൂരിന് ഇവിടെ ഒന്നും വേണ്ട, തിരുവനന്തപുരവും മണ്ഡലവും വേണ്ട. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തരൂർ തിരുവനന്തപുരത്ത് MP സ്ഥാനവും രാജിവെച്ച് മാറേണ്ടതാണ് യഥാർത്ഥത്തിൽ. കാരണം ഒരു MP-യുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ തരൂർ BJP പോകുമോ, കേന്ദ്രമന്ത്രിയാകുമോ, അതിനപ്പുറത്തേക്കുള്ള സ്ഥാനത്തേക്കാണ് അദ്ദേഹം പോകാൻ പോകുന്നത്. വലിയ നയതന്ത്ര സ്ഥാനത്തിലേക്കായിരിക്കും നരേന്ദ്രമോദി ഇദ്ദേഹത്തെ കണ്ടെത്തി വെച്ചിരിക്കുന്നത്. അതിലേക്ക് തന്നെ വിടുകയും ചെയ്യും. കാരണം അതാണ് തരൂരിന് താല്പര്യവും തരൂരിൻ്റെ കർമ്മമേഖലയും അതുതന്നെയാണ്. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ ഒരു സൂചന തന്നെയാണ് ഈ X-ൽ ഇവിടെ വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.